ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലി ശരീഅത്തി അദ്ദേഹത്തിൻ്റെ ചിന്തകളും സ്വാധീനവും എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. 20-ാം നൂറ്റാണ്ട് കണ്ട പ്രമുഖരായ ചിന്തകരിൽ ഒരാളാണ് അലി ശരീഅത്തി. 1933 മഷ്ഹദിൽ ഇറാനിൽ തന്നെ ജനിക്കുകയും 1977 ഇംഗ്ലണ്ടിൽ മരണമടയുകയും ചെയ്ത ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതാണെന്നും എന്നുള്ള ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ കഴിയും. കാരണം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ തന്നെ ഇറാനിലും ഇറാനിൻ്റെ പുറത്തും അത്രത്തോളം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ളതാണ് ഇംഗ്ലണ്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ അഭിപ്രായ വ്യത്യാസം തന്നെ രൂപപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. സാധാരണ ഒരു ഷിയഈ മുസ്ലിം കുടുംബത്തിൽ ജനിക്കുകയും അദ്ദേഹത്തിൻ്റെ പിതാവ് മുഹമ്മദ് തഖി ശരീഅത്തി ഒരു പണ്ഡിതനായിരുന്നു. പിതാവിൽ നിന്ന് തന്നെ വിദ്യാഭ്യാസം ആരംഭിക്കുകയും ചെയ്ത, പിന്നീട് സ്വാഭാവികമായും വളർന്നു വരികയും പിതാവിൻ പോലെ തന്നെ ഒരു റിബലായി ചിന്തിക്കുന്ന സാധാരണ ഷിയഈ മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്തനായി ചിന്തിക്കുന്ന ഒരാളും കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ആ ഒരു പാരമ്പര്യം അലി ശരീഅത്തിക്ക് ലഭിച്ചു എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് വായിക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ പലവട്ടം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പലവട്ടം അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും പേരിൽ തന്നെ ഭിന്നമായ അന്നത്തെ ഷാ ഭരണകൂടം ഭരിക്കുന്ന കാലഘട്ടത്തിൽ, റിസാ ഷാ പഹ്ലവി ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിൽ ഭരണകൂടത്തോടും പണ്ഡിതന്മാരോടും എലൈറ്റ് ടീമുകളോടുമുള്ള അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത അഭിപ്രായ പ്രകടനങ്ങളാൽ പലവട്ടം അദ്ദേഹം ജയിലിൽ പോയതായും നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും ഇദ്ദേഹത്തിൻ്റെ ചിന്തയെ 1979 ഇറാനിൽ സംഭവിച്ച ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന പേര് തന്നെ ലഭിക്കാൻ കാരണമായ ഇറാനിയൻ റവല്യൂഷൻ എന്നോ അല്ലെങ്കിൽ ഇസ്ലാമിക് റവല്യൂഷൻ എന്നോ ഷിയകൾ വിളിക്കുന്ന ആ റവല്യൂഷനിലേക്ക് ആ ഒരു സമൂഹത്തെ നയിക്കുവാനും വേണ്ട രീതിയിലുള്ള ചിന്ത ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് സമൂഹ ലെവലിലേക്കൊക്കെ വളർത്തിക്കൊണ്ട് കൊടുക്കുവാനും അലി ശരീഅത്തിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ ആവാം ചില പണ്ഡിതന്മാർ, ചില എക്സ്പേർട്ടുകൾ ഇദ്ദേഹത്തെ വിളിക്കുന്നത് 1979 റവല്യൂഷനെ ഇറാനിൻ്റെ വോൾട്ടെയർ എന്നുള്ള പേരുകൊണ്ടും ഇദ്ദേഹത്തെ വിളിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അലി ശരീഅത്തി അദ്ദേഹത്തിൻ്റെ പിൽക്കാല ജീവിതം 1983 അദ്ദേഹം ഡിഗ്രി പാസ്സാവുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ലേറ്റർ വർക്ക് അദ്ദേഹം ഒരു വിവർത്തനം ചെയ്യുന്നുണ്ട്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടുള്ള ആ രചന ഇന്നും വളരെ ഫേമസ് ആയി ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന രചനയാണത്. അബ്ദുൽ ഹമീദ് ജൗദത്തു സഹർ എന്നറിയപ്പെട്ട ഒരു അറബി പണ്ഡിതൻ്റെ ആ രചന, അതായത് അബൂദർ ഗിഫാരി ദ ഗോഡ് വർഷിപ്പിംഗ് സോഷ്യലിസ്റ്റ് എന്നാണ് ആ രചനയുടെ പേര് തന്നെ. അത് അദ്ദേഹം പേർഷ്യൻ ഇറാനിയൻ ഭാഷയിലേക്ക് മാറ്റി. അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വർക്ക് അബൂദർ ഗിഫാരി എന്നത് മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന് ശേഷവുമെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മഹാവ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഭരണാധികാരികളോടും സാമൂഹ്യ വിഷയങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകൾ, സംസാരങ്ങളെല്ലാം പിന്നീട് പിൽക്കാലത്ത് ഇസ്ലാമിക് സ്റ്റഡീസ് എഴുത്തുകാർ, എക്സ്പേർട്ടുകൾ അദ്ദേഹത്തെ ഒരു സോഷ്യലിസ്റ്റ് എന്ന് പോലും വിളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ. അതുകൊണ്ട് തന്നെയാണ് ഈ ബുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തും പിന്നീടുള്ള ഫ്രാൻസിലെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തുമെല്ലാം
അലി ശരീഅത്തിയെ കൂടുതൽ സ്വാധീനിച്ചത് മാർക്സിസ്റ്റ് ചിന്തയും സോഷ്യലിസ്റ്റ് ചിന്തയും ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാരും ഫ്രാൻസ് ഫനനെ പോലുള്ള നിരവധി ഫ്രാൻസ് ഫനൻ, മാസിഗ്നൻ അടക്കമുള്ള റജാ ഗരോഡി, പിന്നീട് ഇസ്ലാം സ്വീകരിച്ച റജാ ഗരോഡി അടക്കമുള്ള നിരവധി മാർക്സിസ്റ്റ് സ്കോളേഴ്സാണ് ഇദ്ദേഹത്തെ കൂടുതൽ ആകർഷിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പകാലം മുതലേ തന്നെ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സാമൂഹിക വിമർശന മേഖലയോട് ശക്തമായ സ്വാധീനം, അതിൽ കൂടുതൽ സ്വാധീനവും കൂടുതൽ ഇഷ്ടവും പ്രകടിപ്പിച്ച അലി ശരീഅത്തി ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് തന്നെ. പിന്നീട് അദ്ദേഹം ഫ്രാൻസിലെത്തുന്ന പശ്ചാത്തലത്തിൽ നിരവധി ഫ്രാൻസിൻ്റെ അധിനിവേശത്തിനിരയായ അൾജീരിയക്കാരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെക്കുറിച്ചുള്ള നിരവധി രചനകളും ചർച്ചകളിലും കൂടുതൽ എൻഗേജ് ചെയ്യുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇറാനിലും ഉരുവൻ കൊള്ളാനിരിക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും പ്രതിഷേധങ്ങളും ചർച്ചകളെക്കുറിച്ചും ഫ്രാൻസിലും വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് 1961, 62 കാലങ്ങളിൽ ഇദ്ദേഹം അവിടെ ഇറാനിയൻ സ്റ്റുഡൻസ് കോൺഫെഡറേഷൻ, അതുപോലെ ലിബറേഷൻ മൂവ്മെൻറ്റ്സ് ഓഫ് ഇറാൻ തുടങ്ങിയ സംഘടനകളുമായി കൂടുതൽ അടുത്ത് പ്രവർത്തിക്കുകയും അന്നത്തെ പ്രധാനപ്പെട്ട ഈ 1952-53 കാലഘട്ടങ്ങളിൽ ഏറ്റവും വിവാദമായി മാറിയ ഇറാനിയൻ മിലിറ്ററി പട്ടാള അട്ടിമറി നടന്നിരുന്നു. അതിന് ഇരയായത് മുസദ്ദിഖ് എന്നറിയപ്പെടുന്ന അന്നത്തെ ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് രൂപീകരിച്ചതാണ് ഈ ഇറാനിയൻ സ്റ്റുഡൻസ് കോൺഫെഡറേഷനും അതുപോലെ ലിബറേഷൻ മൂവ്മെൻറ്റ്സ് ഓഫ് ഇറാൻ എന്നൊക്കെ അറിയപ്പെടുന്ന സംഘടനകൾ. ഈ സംഘടനകളുമായി നല്ല ബന്ധം ഇദ്ദേഹം പുലർത്തിയതായി കാണുവാൻ കഴിയും. ഒരു ഭാഗത്ത് അൾജീരിയ തന്നെ അധിനിവേശം നടത്തി അതിനെതിരെ പോരാടുന്ന അൾജീരിയൻ റെവല്യൂഷനും അതിൻ്റെ ഫോളോ അപ്പും, അത് ഫ്രാൻസിൽ തന്നെ നടത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള ഇടപെടലുകളും, തൻ്റെ സ്വന്തം നാടായ ഇറാനിൽ നടക്കാൻ പോകുന്ന അതിനുവേണ്ടി ഉരുവം കൊള്ളുന്ന സാഹചര്യവും അതിനുവേണ്ടി രൂപപ്പെട്ട പ്രധാനപ്പെട്ട സംഘടനകളും എല്ലാവുമായും അലി ശരീഅത്തി ഒരേപോലെ ഇടപെടുന്നതും എൻഗേജ് ചെയ്യുന്നതുമെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അവിടെ 1953 കാലഘട്ടങ്ങളിൽ അവിടുന്ന് PhD ചെയ്യുന്നുണ്ട്. അവിടുന്ന് സോബോൺ യൂണിവേഴ്സിറ്റി ആ ഭാഗത്തു നിന്ന് അദ്ദേഹം ഇസ്ലാമും സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം PhD ഡോക്ടറേറ്റ് നേടിയെടുക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഫ്രാൻസ് ഫനോൺ അടക്കമുള്ള സാത്രെ, റജാ ഗരോഡി, ചെഗുവേര അടക്കമുള്ള വിവിധ മാർക്സിസ്റ്റ് സോഷ്യലിസ്റ്റ് ലീഡേഴ്സുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളൊക്കെ രൂപപ്പെടുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഈ പഠന മേഖലകളിൽ പോലും ഇടപെടുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിലേക്ക് മുഴുവൻ മാറുന്നില്ല. പകരം സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ തന്നെ രൂപപ്പെടുത്തിയ ഇസ്ലാമിക നാഗരികത, കൾച്ചർ, സംസ്കാരം, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, ഷീ പാരമ്പര്യം എല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു അനലിറ്റിക്കൽ മെത്തഡോളജി ആയിരുന്നു അദ്ദേഹം സ്വീകരിച്ചതെന്നും നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഫ്രാൻസ് ഫനൻ്റെ നിരവധി വർക്കുകളും ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കാണാൻ കഴിയും. ഫനൻ്റെ എ ഡൈയിങ് കൊളോണിയലിസം എന്ന വർക്ക് വായിക്കുന്നതിൻ്റെ ഇടയിൽ, കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം ഫനൻ്റെ നിരവധി ചിന്തകളുമായി അഭിപ്രായ വ്യത്യാസത്തിൽ ഏർപ്പെടുന്നത് കാണാം. അദ്ദേഹം 3 ലെറ്ററുകൾ ഫ്രാൻസ് ഫനന് അയക്കുന്നുണ്ട്. കാരണം ഈ ബുക്കിൽ അദ്ദേഹം എ ഡൈയിങ് കൊളോണിയലിസം എന്ന ബുക്കിൽ ഫ്രാൻസ് ഫനൻ പറയുന്ന ഒരു കാര്യം, തേർഡ് വേൾഡ് കൺട്രീസ്, 3ാം ലോക രാജ്യങ്ങൾ ഈ കൾച്ചറൽ ഇമ്പീരിയലിസം അല്ലെങ്കിൽ മിലിറ്ററി ഇമ്പീരിയലിസം, കൊളോണിയലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ ഈ അധിനിവേശ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവരുടെ ഈ പാരമ്പര്യമായി അവർ സ്വീകരിച്ചിരിക്കുന്ന റിലീജിയനെയും കൾച്ചറിനെയൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗം അതിൽ അദ്ദേഹം കാണുകയും അതിന് മറുപടിയായിട്ട് അതിനെ റെഫ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ലെറ്റർ അയക്കുന്നതും അലി ശരീഅത്തിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം പറയുന്നത് തേർഡ് വേൾഡ് രാഷ്ട്രങ്ങൾക്ക്, 3ാം ലോക രാഷ്ട്രങ്ങൾക്ക് ഈ തരത്തിലുള്ള അധിനിവേശത്തെയും കൊളോണിയലിസത്തിനെയും എതിരെ ചെറുക്കണമെങ്കിൽ അവരുടെ ഡീപ്പ് റൂട്ട് കൾച്ചർ അതുപോലെ പാരമ്പര്യത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മാത്രമേ അത് കഴിയുകയുള്ളൂ എന്ന് അലി ശരീഅത്തി ആ ഒരു സാഹചര്യത്തിൽ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ കൾച്ചർ ആവട്ടെ, റിലീജിയൻ ആവട്ടെ, അവർ ഏത് തരത്തിലുള്ള പാരമ്പര്യമാവട്ടെ, അതിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ഐഡൻറ്റിറ്റി, ആ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് കൊണ്ടുവേണം പുറത്തു നിന്നുള്ള കൊളോണിയലിസത്തെയും അധിനിവേശത്തെയും ചെറുക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ നിരവധി ചിന്തകൾ
അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത് തന്നെ പഠിക്കുന്നതും അതിന് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ അദ്ദേഹം സമർപ്പിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇതിനുശേഷം ഇദ്ദേഹം പല രചനകൾ അദ്ദേഹം എഴുതുന്നുണ്ട്. നിരവധി രചനകളുണ്ട്. ഹജ്ജ് അടക്കമുള്ള, ഫാത്തിമ അടക്കമുള്ള ഷഹാദത്തിനെ കുറിച്ച് നിരവധി വർക്കുകൾ. അദ്ദേഹം പിന്നീട് ഇറാനിൽ വന്നതിന് ശേഷം നടത്തിയ ലെക്ചറുകളുടെ സീരീസുകളാണ് പല ബുക്കുകളും. അതുപോലെ തന്നെ മാർക്സിസവും മറ്റ് വെസ്റ്റേൺ ഫലാസി അടക്കമുള്ള വിവിധ ചിന്തകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക് ക്രിട്ടിക് എന്ന രീതിയിലുള്ള വർക്കുകളും നമുക്ക് കാണുവാൻ കഴിയും. ഈ രചനകളിലെല്ലാം അദ്ദേഹം ഫ്രാൻസ് കാലത്ത് ജീവിച്ചിരുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച ചിന്തകൾ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് സോഷ്യലിസ്റ്റ് ചിന്തകൾ, അത് പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ രചനകൾ പ്രകടമാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ ചിന്തകളെ തന്നെ വിമർശിക്കുന്ന തരത്തിൽ, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ മാർക്സിസ്റ്റ് അടക്കമുള്ള വെസ്റ്റേൺ ഫലാസിയെക്കുറിച്ചുള്ള ക്രിട്ടിക്ക് പോലും എഴുതുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒരേ സമയം സോഷ്യലിസ്റ്റ് ചിന്തകളുടെ സ്വാധീനവും അതേ സമയം തന്നെ അതിനെ ശക്തമായി വിമർശിക്കുന്നതും കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ചില ഇദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കുകൾ, ഇദ്ദേഹം ഒരു മാർക്സിസത്തിനെ ഒരു തിയോളജിക്കൽ ഡയമെൻഷനിലൂടെ കണ്ടു എന്നൊക്കെ പറയുന്നത് കാണാൻ കഴിയും. അതുമാത്രമല്ല, അബൂദർ അൽ ഗിഫാരിയുടെ പരാമർശങ്ങൾ പല ഭാഗങ്ങളിലും അദ്ദേഹം കാണുവാൻ കഴിയും. ഹജ്ജ് പോലുള്ള, അല്ലെങ്കിൽ ഫാത്തിമ, അഹ്ലു ബൈത്ത്, ആ ഫാമിലിയുടെ ഒരു പ്രത്യേകത, അതുപോലെ ജിഹാദ്, ഷഹാദത്ത് തുടങ്ങിയ ടെർമിനോളജികളെ കാലികമായ, സാമൂഹികമായ, രാഷ്ട്രീയമായ വ്യാഖ്യാനങ്ങളിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. സമൂഹത്തിൽ അദ്ദേഹം റെവല്യൂഷനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചിരുന്നു. അതിൽ പ്രധാനമായും രണ്ട് തരം റെവല്യൂഷനാണ്. ഒന്ന് നാഷണൽ റെവല്യൂഷൻ, രണ്ടാമത്തത് സോഷ്യൽ റെവല്യൂഷൻ. കാരണം അഹ്ലു ബൈത്ത് ഫാമിലി ഷിയഈ പൊളിറ്റിക്കൽ തിയോളജിയെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക് പൊളിറ്റിക്കൽ തോട്ടിനെ തന്നെ സംബന്ധിച്ചിടത്തോളം അഹ്ലു ബൈത്ത് ഫാമിലിയുടെ സ്വാധീനം വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. അവരുടെ ചിന്തകളിൽ കൂടുതൽ അലി റളിയല്ലാഹു അൻഹു, പിന്നീട് ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഇവരുടെ പ്രവർത്തനങ്ങൾ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമയ്യ ഖിലാഫത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഷഹാദത്ത്, ഇതിനെയെല്ലാം ഒരു റെവല്യൂഷനായി, ഒരു അപ്രൈസിംഗ് ആയി, റിവോൾട്ടായി, ഇങ്ങനെയുള്ള പല പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൈകാര്യം ചെയ്യുന്നത് കാണുവാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം റെവല്യൂഷനെ കുറിച്ച്, വിപ്ലവത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ആദ്യം പറയുന്നത് നാഷണൽ റെവല്യൂഷനാണ്, ദേശീയമായ ഒരു വിപ്ലവത്തെ കുറിച്ചിട്ടാണ്. ഈ ദേശീയമായ വിപ്ലവം എല്ലാ തരത്തിലുമുള്ള ഒരു സാമ്രാജ്യത്വ പ്രവണതകളിൽ നിന്നും, സാമ്രാജ്യത്വ രൂപങ്ങളിൽ നിന്നും ഒരു ദേശത്തെ രക്ഷിക്കുവാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആ ദേശത്തിൻ്റെ കൾച്ചർ, അവരുടെ സംസ്കാരം, അവരുടെ പാരമ്പര്യം, അവരുടെ ദേശീയ ഐഡന്റിറ്റി, സ്വത്വം, ഇതിനെയെല്ലാം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലത്തേക്ക് ഈ ഒരു നാഷണൽ റെവല്യൂഷൻ കൊണ്ടെത്തിക്കാൻ കഴിയുമെന്നാണ് ആ നാഷണൽ റെവല്യൂഷനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് സോഷ്യൽ റെവല്യൂഷനാണ്. ഒരു സമൂഹത്തിനുള്ളിൽ തന്നെ നടക്കുന്ന, ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ നടക്കുന്ന റെവല്യൂഷനാണ്. ഈ റെവല്യൂഷൻ എല്ലാ തരത്തിലുമുള്ള എക്സ്പ്ലോയിറ്റേഷനെയും നിർത്തുവാൻ കഴിയും. അതുപോലെ തന്നെ ക്യാപിറ്റലിസത്തിൻ്റെ, മുതലാളിത്തത്തിൻ്റെ സകലവിധ ടച്ചുകളെയും സ്പർശങ്ങളെയും ഇല്ലാതാക്കുവാൻ ഈ സോഷ്യൽ റെവല്യൂഷനിലൂടെ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ എക്കണോമിയെ, ഒരു സമൂഹത്തിനെ താങ്ങി നിർത്തുന്ന സാമ്പത്തികാവസ്ഥയെ കൂടുതൽ ആധുനികവൽക്കരിക്കാനും കഴിയും. സാമൂഹികമായ ഈ വിപ്ലവത്തിലൂടെ സമൂഹത്തിൻ്റെ തന്നെ പ്രധാന ഭാഗമായ എക്കണോമിയെ കൂടുതൽ ആധുനികവൽക്കരിക്കാനും കഴിയുമെന്ന് അദ്ദേഹം ഇതിൽ വിശദീകരിക്കുന്നതായി കാണുവാൻ കഴിയും. ഇതെല്ലാം ശേഷം ഈ ഒരു സാമൂഹികമായ വിപ്ലവം അതൊരു നീതിപൂർവമായ, വളരെ ഡൈനാമിക്കായ, ക്ലാസ്ലെസ് ആയ ഒരു സൊസൈറ്റിയെ, ഈ വർഗരഹിതമായ ഒരു സൊസൈറ്റിയെ നോക്കൂ. ഇദ്ദേഹത്തിൻ്റെ ചിന്തകളിലെല്ലാം പല ഭാഗങ്ങളിലും സോഷ്യലിസ്റ്റ് ടെർമിനോളജികൾ ശക്തമായ സ്വാധീനം ചെലുത്തുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ സാമൂഹികമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക്, ഒരു ക്ലാസ്ലെസ് സൊസൈറ്റിയെ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ സോഷ്യൽ റെവല്യൂഷന് കഴിയുമെന്ന് വിശദീകരിക്കുമ്പോൾ തന്നെ സമൂഹത്തിലെ പണ്ഡിതന്മാരെ അദ്ദേഹം വിഘടിപ്പിച്ച് കൂടുതൽ വിഷാദമായി സംസാരിക്കുന്നതും നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നത്,
മുസ്ലിം സൊസൈറ്റിയിലെ തന്നെ, അതായത് അദ്ദേഹം ഇറാനിയൻ സൊസൈറ്റിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് കൂടുതൽ അവലോകനം നടത്തുന്നത്. അതിൽ പണ്ഡിത സമൂഹത്തെ അദ്ദേഹം രണ്ടായി വിഭജിക്കുന്നു. അതിൽ ഒന്ന് ഇമാം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ചിന്തകളെ ഫോളോ ചെയ്യുന്ന പണ്ഡിതന്മാർ എന്ന ഒരു ഭാഗം. ആ പണ്ഡിതന്മാർ കൂടെ റെവല്യൂഷനോടും കൂടെ റെബലിനോടും റെസിസ്റ്റ് ചെയ്യുന്ന, റെസിസ്റ്റൻസ് നടത്തുന്ന, റിബലാവുന്ന, വിമതരാവാൻ കഴിയുന്ന, സ്വാതന്ത്ര്യമുള്ള, ചിന്താ സ്വാതന്ത്ര്യമുള്ള, പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള, ഏതെങ്കിലും റൂളിംഗ് ക്ലാസ്സിനോടോ എലൈറ്റ് ക്ലാസ്സിനോടോ ഒട്ടി നിൽക്കാത്ത പണ്ഡിതർ എന്ന വിഭാഗം അദ്ദേഹം ഒരു വിഭാഗത്തെ പറയുന്നു. രണ്ടാമത്തെ വിഭാഗം ഈ പണ്ഡിത വർഗം, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറിയ, സ്ഥാപനമായി മാറിയ, ഭരണവർഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗം, അത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഡെസ്പോട്ടിസത്തിൻ്റെയും ഏറ്റവും വലിയ കറപ്ഷൻ്റെയും മാതാവാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ ക്ലർജി, ഈ പുരോഹിത വർഗം എന്ന് അദ്ദേഹം വിമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റിലീജിയൻ എഗെയിൻസ്റ്റ് റിലീജിയൻ എന്ന വർക്കിലും, അതുപോലെ തന്നെ തഷിയ അലവി തഷിയ സഫവി എന്ന, അതായത് അലവി ഷിയിസം ആൻഡ് സഫവി ഷിയിസം എന്നുള്ള വർക്കിലും അദ്ദേഹം ഈ ഒരു ഷിയഈ സമൂഹത്തിന് ചരിത്രപരമായി സംഭവിച്ച പ്രശ്നങ്ങളെ അവലോകനം ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്ന രണ്ട് തരം ഷിയയിസമാണ് ലോകത്തുള്ളത്. കാരണം ഈ ഷിയയിസം എന്നൊക്കെ എപ്പോഴും പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ജനിച്ചു വളർന്ന, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പ്രദാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഫിലോസഫി മുഴുവൻ കണക്ട് ചെയ്യുന്നത് ഷിയഈ ടെർമിനോളജിയുമായും അദ്ദേഹത്തിൻ്റെ സമൂഹവുമായും ചേർന്നുകൊണ്ടാണ്. നമ്മുടെ ചർച്ചകളിൽ ഏറ്റവും വലിയ അഭാവം എന്നത് പൊതുവെ ഇസ്ലാമിക് സ്റ്റഡീസ് ചർച്ചകളിലെല്ലാം സുന്നി സമൂഹത്തിൻ്റെ പണ്ഡിതന്മാരെയും അവരുടെ ചിന്തകളെയും അവർ രൂപപ്പെടുത്തിയെടുത്ത ടെർമിനോളജികളിലും കേന്ദ്രീകരിച്ചാണ്. സ്വാഭാവികമായും നമ്മൾ അവിടെ അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം സമൂഹത്തിൽ തന്നെയുള്ള പ്രധാന സെക്റ്റായ, വിഭാഗമായ ഷിയഈ സമൂഹത്തിനെ അവഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിച്ചേരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമൂഹത്തിൽ, ഷിയഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ചരിത്രപരമായി രൂപപ്പെട്ട ടെർമിനോളജികളെക്കുറിച്ചും അവരുടെ ചർച്ചകളെക്കുറിച്ചും ഡോഗ്മകളെക്കുറിച്ചുമുള്ള ധാരണ വളരെ തുച്ഛമാണ് എന്നുള്ളത് പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം അതുകൊണ്ട് തന്നെ അലി ശരീഅത്തിന്റെ രചനകൾ, അദ്ദേഹത്തിൻ്റെ ഷിയയിസത്തെക്കുറിച്ചുള്ള ഈ പറയുന്ന അലവി ഷിയിസം ആൻഡ് സഫവി ഷിയിസം പോലുള്ള, ഷഹാദത്ത് പോലുള്ള, ഹജ്ജ് പോലുള്ള, ഫാത്തിമ അടക്കമുള്ള വിവിധ രചനകളിലെല്ലാം എങ്ങനെയാണ് ഷിയഈ സൊസൈറ്റി ചിന്തിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ അവരുടെ ടെർമിനോളജികൾ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യപ്പെടുന്നതെന്നും നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഇദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ ലഭിക്കും. ഈ രചനയിൽ അദ്ദേഹം പറയുന്നത് രണ്ട് തരം ഷിയയിസമാണ്. ഒന്ന് ഇമാം അലി മുതൽ സഫവി ഡൈനാസ്റ്റിക്ക് മുമ്പ് വരെയുള്ള ഷിയയിസം. അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം, ഈ ഷിയയിസത്തിന് എപ്പോഴും ഒരു റെബൽ സ്വഭാവം ഉണ്ടാവാം, റെസിസ്റ്റൻ്റ് സ്വഭാവം ഉണ്ടാവാം, റെവല്യൂഷൻ്റെ സ്വഭാവം ഉണ്ടാവാം, ഫ്രീ തിങ്കിങ്ങിൻ്റെയും ഫ്രീഡം അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്വഭാവം ഉണ്ടാവാം. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയോടോ അധികാരത്തോടോ ചേർന്ന് നിൽക്കുന്ന സ്വഭാവം അവർക്കില്ല. ഇങ്ങനെ കൂടുതൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമത്തത് പറയുന്നത് സഫവി ഡൈനാസ്റ്റി തുടങ്ങിയത് മുതൽ ഇതുവരെയുള്ള ഷിയയിസം എന്ന സഫവി ഷിയയിസം അല്ലെങ്കിൽ തഷയ്യ സഫവി എന്ന വിഭാഗവും അദ്ദേഹം രണ്ടാമതായി വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ഈ ഒരു ഗ്രൂപ്പ് അദ്ദേഹം പറയുന്നത് ഒരു സ്ഥാപനവൽകൃത പണ്ഡിത വർഗത്തിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ട അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന പണ്ഡിതന്മാരെയും ഷിയകളെയും അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ മറന്നു കളഞ്ഞ ഒരു ഫ്രീഡം ഓഫ് തോട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റെവല്യൂഷനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു സമൂഹമായി രണ്ടാമത്തെ വിഭാഗത്തെയും അദ്ദേഹം അവലോകനം ചെയ്യുന്നത് കാണുവാൻ കഴിയും. കാരണം ഇത് പറയുമ്പോൾ എന്താണ് സഫവി ഡൈനാസ്റ്റി എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാവണം. സഫവി ഡൈനാസ്റ്റി എന്ന് വെച്ചാൽ അത് 1503 ഇറാനിൽ ഉദയം കൊണ്ട ഒരു ഡൈനാസ്റ്റിയാണ് സഫവി ഡൈനാസ്റ്റി. ഈ ഒരു സഫവി ഡൈനാസ്റ്റി
സ്ഥാപിക്കുന്നത് യഥാർത്ഥത്തിൽ ആ പേര് പോകുന്ന സഫവിദ്ദീൻ അർദബീലി എന്നറിയപ്പെടുന്ന 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സുന്നിയായ ഒരു പണ്ഡിതന്റെ പേരിലേക്കാണ്. പക്ഷെ പിന്നീട് നൂറ്റാണ്ടുകളായി അവരിൽ തുർക്ക്മാൻ ട്രൈബ് അടക്കമുള്ള വിവിധ ട്രൈബുകൾ, അഹ്ലു ബൈത്തിനോട് ചായ്വുള്ള വിവിധ ട്രൈബുകളും ഗ്രൂപ്പുകളും ഈ ത്വരീഖത്തിൽ, ഇതൊരു സഫവിയ എന്നത് ത്വരീഖത്താണ്. അദ്ദേഹത്തിന്റെ ഷെയ്ഖ് സഫയുദ്ദീൻ അർദബീലിലേക്ക് ചേർക്കപ്പെടുന്ന ത്വരീഖത്താണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിലും മക്കളിലും പുറത്തു നിന്നുള്ള അഹ്ലു ബൈത്ത് ഫാമിലി, അവരുടെ ഫോളോവേഴ്സ്, അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ശക്തമായി സ്വാധീനം നേടുകയും അങ്ങനെ 15-ാം നൂറ്റാണ്ടിനോട് അടുത്ത് അതൊരു ഷിയഈ സിൽസിലയായി മാറുകയും അതിന് നേതൃത്വം കൊടുത്ത ഷാ ഇസ്മായിൽ അദ്ദേഹം ആദ്യത്തെ ഒരു രാജാവായി മാറുകയും ചെയ്യുന്നു 1503 പശ്ചാത്തലത്തിൽ. പിന്നീട് ഷാ അബ്ബാസ് സഫവി അവർ ആ ഒരു പശ്ചാത്തലത്തിലൂടെ സമ്പൂർണമായ ഒരു ഷിയഈ രാഷ്ട്രമായി ഇറാനെയും അതിൻ്റെ കീഴിലുള്ള അധികാര പ്രദേശങ്ങളെയും മാറ്റുന്നുണ്ട്. അതുവരെ ചില സുന്നി എലമെന്റുകൾ ഉണ്ടെങ്കിൽ പോലും പിന്നീട് മാറുകയും സമ്പൂർണ്ണ ഷിയഈ മെത്തഡോളജി, ഷിയഈ തിയോളജി, ഷീ പൊളിറ്റിക്കൽ തിയോളജി, ഷീ ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാം ആ ഒരു ഷിയഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ രൂപപ്പെടുന്ന സമ്പൂർണമായ ഒരു അധികാര കേന്ദ്രീകൃതം ഉണ്ടാവുന്നത് സഫവി ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് അലി ശരീഅത്തി ഈ രണ്ടാം വിഭാഗത്തെ പിന്നീട് സംഭവിക്കുന്നതോടെ ഒരു സ്ഥാപനമായി മാറുന്നതും പണ്ഡിതന്മാർ ഇതിനോട് ചേർന്ന് നിൽക്കുന്നതും അതിനെ ന്യായീകരിക്കാനും അതിനെ ന്യായവാദങ്ങൾ നിർമ്മിക്കാനും ചെയ്യുന്ന സാഹചര്യത്തോടു കൂടി രണ്ടാമത്തെ തഷ്ഈഇ സഫവി ഷിയിസം എന്ന പേരിൽ അദ്ദേഹം വേർതിരിക്കുന്നത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. മറ്റൊരു പോയിന്റ് അദ്ദേഹം ഇതേ രചനയിലും അതുപോലെ തന്നെ റിലീജിയൻ എഗെയിൻസ്റ്റ് റിലീജിയൻ എന്നുള്ള രചനയിലും പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇസ്ലാമിനെ തന്നെ രണ്ടായി വേർതിരിക്കുന്നത് കാണുവാൻ കഴിയും. ഒന്ന് സുന്നിസത്തെ, അതായത് ഷിയഈസത്തെ ഇങ്ങനെ അദ്ദേഹം വേർതിരിക്കുന്നു. ഒന്ന് അലി റളിയല്ലാഹു അൻഹു മുതൽ പ്രീ സഫവി പീരീഡ് വരെ, രണ്ടാമത് സഫവി പീരീഡ് മുതൽ മോഡേൺ കാലഘട്ടം വരെ. ഇത് ഷിയഈ സമൂഹത്തെയാണ് വിഘടിച്ച് അദ്ദേഹം അവലോകനം ചെയ്യുന്നതെങ്കിൽ സുന്നി സമൂഹത്തെയും അദ്ദേഹം അവലോകനം ചെയ്യുന്നത് കാണുവാൻ കഴിയും. ഒന്നാമത് പറയുന്നത് മുഹമ്മദൻ സുന്നിസം, അതായത് മുഹമ്മദ് നബി മുതലുള്ള സുന്നി സമൂഹം. അതിൻ്റെ രണ്ടാം ഘട്ടം പറയുന്നത് അധിക വൈകാതെ തന്നെ ഉമയ്യ സുന്നിസം എന്നാണ് പറയുക. അതായത് ഈ ഷിയഈ പൊളിറ്റിക്കൽ തോട്ടും അവരുടെ ഹിസ്റ്ററിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത് ഉമയ്യ ഡൈനാസ്റ്റിയിൽ നിന്നാണല്ലോ പ്രധാന പ്രശ്നങ്ങൾ തന്നെ തുടങ്ങുന്നത്. അതിൽ യസീദുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ കൂടുതൽ ചർച്ച തുടങ്ങുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നത് ആ പശ്ചാത്തലത്തിലാണല്ലോ. അതുകൊണ്ട് തന്നെ ഉമയ്യ സുന്നിസം എന്ന പേരിലും അദ്ദേഹം രണ്ടായി വേർതിരിക്കുന്നത് കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ആ ഒരു അദ്ദേഹത്തിന്റെ വേർതിരിവിന്റെ ഒരു കാലഘട്ടം തന്നെ പ്രത്യേകം നോക്കുക. മുഹമ്മദ് നബിയുടെ കാലം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന എല്ലാ റവല്യൂഷന്റെയും എല്ലാത്തരം എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും എല്ലാത്തരം പ്രശ്നങ്ങളിൽ നിന്നും വിമുഖം നേടിയ ഒരു ഘട്ടമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നിസം എന്ന പേരിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇതുവരെയും വിശദീകരിക്കുമ്പോൾ പോലും അത് സുന്നി കാഴ്ചപ്പാടുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഫിലോസഫിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇതേപോലെ തന്നെ ഫിലോസഫിയാണ് അദ്ദേഹത്തിന്റെ പിതാവും മുഹമ്മദ് തഖി ശരീഅത്തിയും സമർപ്പിച്ചത്. അതുകൊണ്ട് അന്ന് അദ്ദേഹത്തിന്റെ പിതാവിനെ അന്നത്തെ ഷിയഈ പണ്ഡിതന്മാർ ചിലപ്പോൾ സുന്നി എന്ന് വിളിച്ചിരുന്നു, ചില ആൾക്കാർ ബഹായി ആണെന്ന് വിളിച്ചു, ചിലപ്പോൾ നിങ്ങൾ വഹാബി ആണെന്നുള്ള പേര് പോലും അന്ന് വിളിച്ചതായി നമുക്ക് അദ്ദേഹത്തെ പിതാവിനെ കുറിച്ചുള്ള അഭിപ്രായ രചനകളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് സമൂഹത്തിൻ്റെ തന്നെ മുസ്ലിം സമൂഹത്തെ രണ്ടായി വേർതിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിന്തകൾ. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് സമൂഹത്തിന് കൂടുതൽ വിപ്ലവമായ ഒരു സാഹചര്യം ഒരുക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ ഒരു ഇന്റലിജൻഷ്യ ഉയർന്നു വരണം. എല്ലാ തരത്തിലുള്ള ശരിയായ വഴി കണ്ടെത്തിയ ശരിയായ ട്രൂത്ത് ഫെയ്ത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈമാനിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ സത്യം കണ്ടെത്തിയ അത്രയും ഉയർന്നു നിൽക്കുന്ന കുറച്ച് ബുദ്ധിജീവികളിലൂടെയാണ്. ആ ബുദ്ധിജീവികളിലൂടെ സ്വാഭാവികമായും മുസ്ലിം സമൂഹത്തിൽ കൂടുതൽ ഒരു ഉയർച്ച ഉണ്ടാകും. ഈ ബുദ്ധിജീവികൾ, ഈ ഇന്റലിജൻഷ്യ അത് ഇസ്ലാമിൻ്റെ ശരിയായ വ്യാഖ്യാതാക്കൾ ആണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. കാരണം ഈ പുതിയ ഇന്റലിജൻഷ്യ എന്നുള്ള പദങ്ങളൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹം പ്രധാനമായും ഉന്നം വെക്കുന്നത് ഇറാനി സമൂഹത്തിലെ തന്നെയുള്ള പുരോഹിത വർഗം എന്ന് അദ്ദേഹം വിളിക്കുന്ന പണ്ഡിത സമൂഹത്തെയാണ്.
അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ എപ്പോഴും, രചനകളിൽ പലപ്പോഴും എടുത്തു കാണുന്ന പുതിയ മനുഷ്യൻ, ന്യൂ മാൻ എന്ന കൺസെപ്റ്റ്, അതുപോലെ തന്നെ ന്യൂ തിങ്കിങ്, പുതിയ ചിന്ത എന്ന കൺസെപ്റ്റ്, ന്യൂ ഹ്യൂമാനിറ്റി, പുതിയ മാനുഷികത എന്ന ചിന്ത, അതുപോലെ തന്നെ ഹ്യൂമൻ മോഡേണിറ്റി, മോഡേണിറ്റിയെയും വിവിധ തരത്തിലുള്ള വെസ്റ്റേൺ ഇസങ്ങളെയും കാഴ്ചപ്പാടുകളെയും ശക്തമായി വിമർശിക്കുന്ന രചനകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട്. അതിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു പുതിയ മാനുഷിക ടച്ചുള്ള, സ്പർശമുള്ള മോഡേണിറ്റി. കാരണം ഇദ്ദേഹം തന്നെ പറയുന്നത് മോഡേണിറ്റി എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ പ്രൊഡക്റ്റാണ്. അത് വെസ്റ്റേൺ കൊളോണിയലിസത്തിൻ്റെ ഭാഗമായി രണ്ടാം കിട മൂന്നാം കിട രാഷ്ട്രങ്ങളിലേക്ക് അവർ ഇമ്പോർട്ട് ചെയ്തതാണ്, അതിന് എക്സ്പോർട്ട് ചെയ്തതാണ്. അതിന് പകരമായി നമുക്ക് വേണ്ടത് ഒരു പുതിയ മാനുഷികതയുള്ള ഒരു മോഡേണിറ്റിയാണ് എന്ന് അദ്ദേഹം സമർപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ പോലും ഇസ്ലാമിനെ ഒരു മൂവ്മെൻ്റ് ആയിട്ടാണ് അദ്ദേഹം സമർപ്പിക്കുന്നത്. കാരണം സമൂഹത്തിനെ കൂടുതൽ പ്രോഗ്രസ്സിലേക്ക് നയിക്കാൻ പറ്റുന്ന ഡൈനാമിക്കായ, വൈബ്രൻ്റായ ഒരു മൂവ്മെൻറ്റ്, എപ്പോഴും ചലനാത്മകതയുള്ള, എപ്പോഴും പ്രോഗ്രസ് ഉള്ള, പുരോഗതിയുള്ള ഒരു മൂവ്മെൻ്റ് എന്ന നിലയിലാണ്. എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വ്യവസ്ഥാപിത സംരംഭങ്ങളിലോ സ്ഥാപനങ്ങളിലോ ഒതുങ്ങിക്കിടക്കുന്നതല്ല. ഇസ്ലാമിൻ്റെ നിയമങ്ങളും ഇസ്ലാമിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചിന്തകളും അങ്ങനല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ചിന്തകളിലും എഴുത്തുകളിലും പല ഭാഗത്തും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡെമോക്രസിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അദ്ദേഹം പറയുന്നു ഡെമോക്രസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നത് നമുക്ക് വേണ്ടത് വളരെ കമ്മിറ്റഡായ, വളരെ ഗൈഡഡായ, അതായത് വളരെ അർത്ഥബോധമുള്ള, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സ്വാതന്ത്ര്യവും കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള, അവർക്ക് സുരക്ഷ ഒരുക്കുന്ന തരത്തിലുള്ള കമ്മിറ്റഡായ, അതുപോലെ തന്നെ അതിനെ നയിക്കാൻ പറ്റുന്ന വളരെ ഗൈഡഡായ ഒരു ഡെമോക്രസിയാണ് നമുക്ക് വേണ്ടതെന്നും അദ്ദേഹം പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഷാ ഡൈനാസ്റ്റിയെ വിമർശിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം ഷാ ഡൈനാസ്റ്റിയെ വിമർശിക്കുന്നതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഷാ ഡൈനാസ്റ്റിയുടെ ഒപ്രഷനിൽ, മർദ്ദന രീതികളിൽ കൂടുതൽ ദൃശ്യമാവുമെന്ന് അദ്ദേഹം പറയുന്നു. ഒന്ന്, വെൽത്തിനെ, സമ്പത്തിനെ, രാഷ്ട്രത്തിൻ്റെ, ഇറാനിയൻ ലോകത്തിൻ്റെ സമ്പത്തിനെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കൂടുതൽ ഒപ്രസ് ചെയ്യുവാനാണ് റിസ ഷാ പഹലവി ഡൈനാസ്റ്റി കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു. രണ്ടാമത്, ശക്തി തന്നെ ഉപയോഗിച്ചുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വിമതരായ ആൾക്കാരെ, ഭരണകൂടത്തിനെയും അതിനു കൂടെ ചേർന്ന് നിൽക്കുന്ന പണ്ഡിതവർഗത്തിനുമെതിരെ അഭിപ്രായ വ്യത്യാസം പറയുകയാണെങ്കിൽ അവർക്കതിനെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് സപ്രസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. മൂന്നാമത്, മതത്തെ, റിലീജിയനെ ഉപയോഗിച്ചുകൊണ്ടുള്ള സപ്രഷനായിട്ടാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. റിസ ഷാ പഹലവിയുടെ 3ാമത്തെ മുറ അത് റിലീജിയനെ ഉപയോഗിക്കുന്നു. അത് റിലീജിയനെ ഉപയോഗിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത് പണ്ഡിതരെയാണ്. ദർബാറി പണ്ഡിതരെന്ന് പൊതുവെ നമ്മൾ വിളിക്കപ്പെടുന്ന ആ പണ്ഡിതരെ ഉപയോഗിച്ചുകൊണ്ട് വിമത അഭിപ്രായം പുറപ്പെടുവിക്കുന്ന ആൾക്കാർക്കെതിരെ മതത്തിൻ്റെ പേരിൽ തന്നെ നിയമനിർമ്മാണങ്ങൾ നടത്തുകയും അവരെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം. ഇതിനെ അദ്ദേഹം ബ്ലാക്ക് ഷീയിസം എന്ന് വിളിക്കുന്നത് കാണുവാൻ കഴിയും. ബ്ലാക്ക് ഷീയിസം എന്ന് വെച്ചാൽ അത് പേർഷ്യയിൽ തഷിയാഹെ സിയാഹ് എന്ന് വെച്ചാൽ ബ്ലാക്ക് ഷീസം. ഇവിടെ ഇദ്ദേഹം ബ്ലാക്ക് ഷീസം എന്ന് വിളിക്കുന്നത് ആ റേസുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്കല്ല, ആ പദത്തിൻ്റെ ഒരു ആശയത്തിന് വേണ്ടി മാത്രമാണ് ബ്ലാക്ക് എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹം ശക്തനായ ആൻറ്റി റേസിസ്റ്റ് ആക്ടിവിസ്റ്റും കൂടെയായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇദ്ദേഹം എന്തുകൊണ്ടാണ് റിലീജിയനെ ഉപയോഗിച്ചുകൊണ്ട് സപ്രഷൻ നടത്തുന്ന ഷീ പണ്ഡിതന്മാരെ വിശദീകരിക്കാൻ വേണ്ടി ബ്ലാക്ക് ഷീസം എന്ന് പറയാൻ കാരണം അവർ അധികാരത്തോട് ഒട്ടി നിൽക്കുകയും അവരുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ അവരുടെ സ്ഥാനമാനങ്ങൾക്ക് കേടുപേട് പറ്റാതെ നിലനിർത്തുകയും ബാക്കിയുള്ളവരെ, ഇവർക്കെതിരെയും ഭരണകൂടത്തിനുമെതിരെയും സംസാരിക്കുന്നവരെ അടിച്ചമർത്താനും മതത്തെ ഉപയോഗിക്കുന്നവർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ പണ്ഡിത വിഭാഗത്തെ അപ്പോളജിസ്റ്റ് എന്നാണ് വിളിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇദ്ദേഹം ഷീയിസത്തെ മറ്റൊരു ടെർമിനോളജി ഉപയോഗിക്കുന്നുണ്ട്, റെഡ് ഷീയിസം, അതായത് തഷൈഹെ സുർഹ്, റെഡ് ഷീയിസം. ഈ റെഡ് ഷീയിസം എന്നത് അദ്ദേഹം കണക്ട് ചെയ്യുന്നത് അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ്. അതായത് അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അലിയിലേക്കുള്ള അഹ്ലു ബൈത്ത് ഫാമിലിയുടെ ചിന്തയാണ്. അത് അവിടെ തൗഹീദ് എന്നുള്ള ആശയം സമർപ്പിച്ചവരാണ് റെഡ് ഷീയിസം.
കാരണം ഈ റെഡ് എന്നുള്ള പദത്തിന് അദ്ദേഹത്തിൻ്റെ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് വ്യക്തമാണ്. എന്നാൽ പോലും അദ്ദേഹം ഈ വിശദീകരിക്കുമ്പോഴെല്ലാം ഇസ്ലാമിക ടെർമിനോളജികൾ, നമ്മുടെ ആ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ തന്നെയുള്ള ടെർമിനോളജികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിൽ സോഷ്യൽ സോളിഡാരിറ്റി, ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ ഐക്യത്തെയും ഉപയോഗിക്കുക എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം തൗഹീദിനെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിക ടെർമിനോളജിയായ ജിഹാദിന് അദ്ദേഹം ലിബറേഷൻ, അതിനു വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ എന്നുള്ള അർത്ഥത്തിലൊക്കെ ഈ റെഡ് ഷീസുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെയൊക്കെ ഒരു ലീഡർ എന്ന നിലയിൽ കർബല സംഭവം ഷീഈ പൊളിറ്റിക്കൽ ഫിലോസഫിയിലെ പ്രധാന ഇഷ്യൂ ആയതുകൊണ്ട് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയാണ് ഈ ഒരു റവല്യൂഷൻ്റെ ലീഡറായി ഇദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ തഷയ്യിഹെ അലവി, തഷയ്യിഹെ സഫവി, അതായത് അലവി ഷീസം ആൻഡ് സഫവി ഷീസം എന്നുള്ള വർക്ക് ഈ ഒരു കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അനിവാര്യമായും കൂടുതൽ ഗ്രാഹ്യതയോടുകൂടി വായിച്ചെടുക്കേണ്ട ഒരു വർക്കാണ് ഇത്. കാരണം അലവി ഷീസം എന്ന് മുന്നിൽ വെക്കുമ്പോൾ, സമൂഹത്തിൻ്റെ രണ്ടായി വേർതിരിക്കുമ്പോൾ അലവി ഷീസം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരുപാട് മൂല്യങ്ങളുണ്ട്. അതിൽ ഫ്രീഡം ഉണ്ട്, അതുപോലെ തന്നെ പ്രതിരോധമുണ്ട്, പിന്നെ യൂണിറ്റി ഉണ്ട് സമൂഹത്തിൻ്റെ, അതുപോലെ തന്നെ റിബൽ കാഴ്ചപ്പാടുണ്ട്, അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ അവബോധം, ഒരു വളരെ ഋജുവായ ശരിയായ അവബോധം, ഇതെല്ലാം ഉദ്ദേശിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ യൂണിറ്റിയും അറിവും നോളജുമാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് രൂപപ്പെടേണ്ടത്. ആ വിഭാഗത്തിൽ നിന്നുണ്ടാവേണ്ട ഒരു ഇൻ്റലിജൻഷ്യയാണ് സമൂഹത്തെ നയിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഈ സഫവി ഷീയിസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹം എതിർത്ത പണ്ഡിത വർഗത്തിൻ്റെ, ഷീ വിഭാഗത്തിൻ്റെ ഗുണമെന്ന് അദ്ദേഹം പറയുന്നത്, ഇതൊരു സെക്റ്റായി മാറിയ വിഭാഗമാണ്. അവർക്ക് റെവല്യൂഷൻ വേണ്ട. അവർ ഇസ്ലാമിനെ അല്ലെങ്കിൽ ഷീഈ പൊളിറ്റിക്കൽ ഫിലോസഫി, അവരുടെ മതത്തെ ഒരു പവർ, ശക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായി ഉപയോഗിക്കുന്ന സ്ഥാപനവൽകൃത സമൂഹമായിട്ടാണ് അദ്ദേഹം ഈ സമൂഹത്തെ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട രചനയാണ് ഫാത്തിമ ഈസ് ഫാത്തിമ. മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളുടെ പദവി, അതിനെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ കാണുന്ന, മുസ്ലിം സമൂഹത്തിന് പൊതുവെ തന്നെയുള്ള ഒരു റോൾ മോഡലായി, ഇസ്ലാമിൻ്റെ ഒരു മാനമായി സമർപ്പിക്കുന്ന, അതുപോലെ തന്നെ ഇസ്ലാമിക ചിന്തയുടെ തന്നെ ഒരു ഫണ്ടമെൻ്റൽ പ്ലേസ് എന്ന രീതിയിലായിട്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം സമർപ്പിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചും കൂടിയാണ്. അതുപോലെ തന്നെ വേറെയും നിരവധി രചനകൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ജിഹാദ് ആൻഡ് ഷഹാദത്ത്, തബാത്തബി അടക്കമുള്ള വിവിധ പണ്ഡിതന്മാരുമായി ചേർത്ത് അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഒരു വർക്കാണ് ഈ ജിഹാദിനെ കുറിച്ചുള്ള വർക്ക്. അവിടെ ജിഹാദ് എന്താണ്, അതുപോലെ തന്നെ ഷഹാദത്ത് എന്താണ് എന്നുള്ള ഒരു വേർതിരിവ് അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട്. രക്തസാക്ഷിത്വം എന്നത് മുൻകാല സമൂഹങ്ങളിലും ട്രൈബൽ സൊസൈറ്റിയിലുമെല്ലാം ഏതെങ്കിലും യുദ്ധസന്ദർഭത്തിൽ മരിക്കുകയും അവരുടെ ട്രൈബൽ സൊസൈറ്റിയുടെയോ അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് മരിച്ചു വീഴുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ടാണ് പൊതുവെ ഷഹാദത്ത് എന്ന് മുൻകാലങ്ങളിൽ പറയുന്നത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്ത്, ഒരു ഷഹീദ് എന്നത് ജസ്റ്റ് ഏതെങ്കിലും യുദ്ധത്തിൽ പോയി മരിച്ചു വീഴുന്ന, സ്വയം നശിപ്പിക്കുന്ന ആളിനെയല്ല. അദ്ദേഹം പറയുന്നത് ഒരു സ്വയം തെരഞ്ഞെടുപ്പിനാൽ ആ വഴി തിരഞ്ഞെടുക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആൾക്ക് ശരിയായ അവബോധമുണ്ടാവും, ശരിയായ ലോജിക്ക് ഉണ്ടാവും, ശരിയായ റീസണിങ് ഉണ്ടാവും, ശരിയായ ഇൻ്റലിജൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ശരിയായ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, ശരിയായ അവബോധമുണ്ടാവും, ശരിയായ അലർട്ട്നെസ് ഉണ്ടാവും. ഇതെല്ലാം ഒരു മനുഷ്യന് കാണാൻ കഴിയുന്ന എല്ലാം നല്ല അവബോധത്തോടു കൂടി മരണത്തെ സമീപിക്കാൻ തയ്യാറാവുന്ന ആളാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ ഷഹീദ് എന്ന് ആ രചനയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹജ്ജ് വളരെ പ്രധാനപ്പെട്ട രചനയാണ്. ഹജ്ജിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ ചലനങ്ങളെയും അത് വളരെ സോഷ്യോളജിക്കലായി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആത്മീയ മാനം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വിശദീകരണങ്ങളാണത്. അത് തുടക്കം തന്നെയുള്ള നീയത്തിനെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നു, അള്ളാഹുവിനെ ഭരമേൽക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, തവാഫിനെ കുറിച്ചും കല്ലെറിയുന്നതിനെ കുറിച്ചുമുള്ള മുഴുവൻ ചലനങ്ങളെയും അത്ര അതിസുന്ദരമായി അദ്ദേഹം ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യുന്നതായി കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനയാണ് മാൻ ആൻഡ് ഇസ്ലാം.
മാൻ ആൻഡ് ഇസ്ലാം, മനുഷ്യനും ഇസ്ലാമും എന്നുള്ള രചന. അതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണ ഒരു സമാഹാരമാണ്. ഇത് ഇസ്ലാമിൻ്റെ ഒരു ലോക വീക്ഷണത്തെ അദ്ദേഹം ഈ രചനയിൽ സമർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭൗതിക ലോകത്തിൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചും ഈ ഭൗതിക ലോകത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ കുടിസതയെക്കുറിച്ചും അതിലെ പ്രശ്നങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്ന അദ്ദേഹം ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ചും ഈ ഒരു രചനയിൽ നടത്തുന്നതായി കാണുവാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു രചനയാണ് മാർക്സിസം ആൻഡ് അതർ വെസ്റ്റേൺ ഫലസീസ് ആൻഡ് ഇസ്ലാമിക് ക്രിട്ടിക്. ആധുനിക പാശ്ചാത്യ ചിന്തകളെക്കുറിച്ചും വിവിധ ഇസങ്ങളെക്കുറിച്ചും അനുമാനങ്ങളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇസ്ലാമിക് ക്രിട്ടിക്കാണ് ഈ രചന. അതുപോലെ മറ്റൊരു രചനയും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്, മാർട്ടിർഡം, എറേസ് ആൻഡ് ബിയർ വിറ്റ്നസ്. ഷഹാദത്തിൻ്റെ ഒരു ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്, അതിൻ്റെ ഒരു ചരിത്രം, അതിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ വിശദീകരിക്കുന്ന രചനയാണ് ഈ രചനയും. ഇങ്ങനെ ഇസ്ലാമിക ലോകത്ത് വളരെ ശക്തമായ സ്വാധീനം ചെലുത്തിയ പണ്ഡിതനാണ് അലി ശരീഅത്തി. നിരവധി രചനകളിലൂടെ അദ്ദേഹം അത് കാണിച്ചു തരുന്നതായും കാണുവാൻ കഴിയും. റെവല്യൂഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ റെവല്യൂഷനെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലായ്പ്പോഴും 3 തരത്തിലുള്ള ശരീഅത്തിയെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ഒരു സോഷ്യോളജിസ്റ്റായ ശരീഅത്തി, അതായത് തിയറിയെക്കുറിച്ചും അതിൻ്റെ പ്രാക്ടീസിനെ കുറിച്ചും സംസാരിക്കുന്ന, ഐഡിയകളെക്കുറിച്ചും വിവിധ സോഷ്യൽ നോംസിനെ കുറിച്ച് സംസാരിക്കുന്ന, കോൺഷ്യസ്നെസ്സിനെ കുറിച്ചും മനുഷ്യൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും എൻറ്റിറ്റിയെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു ശരീഅത്ത്. അതുപോലെ തന്നെ ഒരു മൂവ്മെൻ്റ് എന്ന നിലയിൽ ഇസ്ലാമിൻ്റെ വളർച്ചയും അതിൻ്റെ രൂപീകരണവും വളർച്ചയും അതിൻ്റെ സ്ഥാപനവൽക്കരണവും അതിൻ്റെ തകർച്ചയും വിശദീകരിക്കുന്ന ഒരു ശരീഅത്തെ നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമത്, വളരെ ഫെയ്ത്ത്ഫുള്ളായ, വളരെ വിശ്വാസിയായ ഒരു ശരീഅത്ത്, റെവല്യൂഷനെ കുറിച്ച് സംസാരിക്കുന്ന, ഒരു സൊസൈറ്റി രൂപപ്പെടേണ്ട ആവശ്യകത, അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ശരീഅത്ത്. മൂന്നാമത്, അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക് സ്പീക്കറായ, പൊതുവായ എല്ലാ തലത്തിലും ഗ്രാസ് റൂട്ട് ലെവൽ തന്നെ അധികാര മേഖലയിൽ വരെ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ശരീഅത്ത്. ഇങ്ങനെ 3 തരത്തിലുള്ള ശരീഅത്തെയും നമുക്ക് അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ കാണുവാൻ കഴിയും. ഈ ഒരു ഭാഗത്തിൽ എപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യം, റിവോൾട്ട് ചെയ്യുമ്പോൾ, റെവല്യൂഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള സമകാലികമായ രോഗങ്ങളെ പിഴുതെറിയുവാൻ കഴിയണം എന്ന് അദ്ദേഹം ചിന്തകൾ പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്തൊക്കെയാണ് സമകാലിക ഇറാനിയൻ സമൂഹത്തിൻ്റെ രോഗങ്ങൾ. അദ്ദേഹം പറയുന്നത് വേൾഡ് ഇമ്പീരിയലിസം, ലോകത്തിലാകമാനം വ്യാപിച്ചെടുക്കുന്ന സാമ്രാജ്യത്വത്തിൻ്റെ ഇറാനിയൻ ഭാഗത്തെ അവരുടെ സാന്നിധ്യം, അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, കൾച്ചറൽ ഇമ്പീരിയലിസം, റേസിസം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റേസിസത്തിനെതിരെ ശക്തമായി സംസാരിച്ച ആളും കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ക്ലാസ് എക്സ്പ്ലോയിറ്റേഷൻ, ക്ലാസ് ഒപ്രഷൻ, അതുപോലെ തന്നെ അൺഈക്വാലിറ്റി, അസമത്വത്തെക്കുറിച്ചും അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞ ഒന്നാണ്. അതുപോലെ ഗർബേസാദഗി എന്ന് വെച്ചാൽ വെസ്റ്റിനോടുള്ള അമിതമായ പ്രേമം, ഗർബേസാദഗി എന്നാണ് അതിന് പറയുക. അല്ലെങ്കിൽ സയ്യിദ് കുത്തുബ് അല്ലെങ്കിൽ മുഹമ്മദ് കുത്തുബൊക്കെ പറഞ്ഞതുപോലെ വെസ്റ്റോക്സിക്കേറ്റഡ് ആവുന്ന ഒരു സാഹചര്യം, അത് ഇൻടോക്സിക്കേഷൻ ഒരു വെസ്റ്റിൻ്റെ കൺസെപ്റ്റിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും അതിനൊരു സുപ്യൂരിറ്റി നൽകുകയും അതിൻ്റെ വൈജ്ഞാനിക വ്യവഹാരങ്ങളിലൂടെ സ്വന്തം സമൂഹത്തെയും മതത്തെയും ടെക്സ്റ്റിനുകളെയും കാണുന്ന ഒരു സാഹചര്യത്തിനെതിരെ ശക്തമായി സംസാരിച്ച ആളും കൂടിയാണ് ഇദ്ദേഹം. ഇങ്ങനെ സമൂഹത്തിലെ വിവിധ ചിന്തകളെയും വിവിധ സാമൂഹിക ടെർമിനോളജികളെയും എല്ലാം ശക്തമായി അവലോകനം ചെയ്തത് കൊണ്ട് തന്നെ ആവണം ഇറാനിയൻ റെവല്യൂഷനിൽ 1977 അദ്ദേഹം മരിക്കുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇറാനിയൻ സമൂഹത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുവാനും അത് ആ ഒരു സൊസൈറ്റിയെ ഒരു വിപ്ലവത്തിലേക്കും സാമൂഹിക അവബോധത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കും ഈ അധികാര പ്രമത്തതയ്ക്ക് എതിരെ പോരാടുവാനുള്ള ഒരു മാനസിക ധൈര്യത്തിലേക്കും നയിച്ചത് ഇദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ ആവാം. ഇതുകൊണ്ട് തന്നെ ആവാം 1977 ലണ്ടനിൽ വെച്ച് അദ്ദേഹം വധിക്കപ്പെടാനും കാരണം സാധാരണ വധമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ചിന്തകളാൽ ഈ
റിസാ ഷാ പഹലവിയുടെ തന്നെ സവാക്ക് എന്ന് വിളിക്കപ്പെടുന്ന ചാരസംഘടന വധിച്ചതാണെന്നും പറയുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ വിപ്ലവാത്മകമായ ചിന്തകൾ ആ സമൂഹത്തെ കൂടുതൽ ശക്തി നൽകുകയും വിപ്ലവത്തിലേക്ക് നയിക്കുവാനുള്ള, വിപ്ലവത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാവണം അദ്ദേഹത്തിൻ്റെ മരണവും സംഭവിക്കുന്നത്. ഇങ്ങനെ 20-ാം നൂറ്റാണ്ട് കണ്ട, മുസ്ലിം ലോകം തന്നെ പൊതുവായി കണ്ട ഏറ്റവും പ്രമുഖനായ ചിന്തകളിൽ ഒരാളായ അലി ശരീഅത്തി ഇറാനിയൻ സമൂഹത്തിൻ്റെ നൂറ്റാണ്ടുകളാൽ അവർ നേരിട്ട് കൊണ്ടിരുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയും അവർ നേരിടുന്ന മർദ്ദനങ്ങളെ ഏകദേശം മരണത്തിൻ്റെ 2 വർഷത്തിനുള്ളിൽ അവർക്ക് ഒരു വിപ്ലവം നേടിയെടുക്കുവാനും ആ മർദ്ദക ഭരണകൂടത്തോടും അതുപോലെ തന്നെ എക്സ്റ്റേണലായ വൈദേശിക ശക്തികളുടെ തങ്ങളുടെ നാട്ടിലുള്ള സ്വാധീനത്തെയും വലിച്ചെറിയുവാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് വേറൊരു ലോകമാണ്. എന്നാൽ പോലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അലി ശരീഅത്തിയുടെ ചിന്തകൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ സ്വാധീനത്തെയും കുറിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.